ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീംസ്. ഇൻപുട്ട് സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ബൈറ്റ്സ് ഫ്ലോ ഫ്രം ഇൻപുട്ട് ഡിവൈസ് ടു മെയിൻ മെമ്മറി. അതായത് നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസ് പറയുമ്പോൾ നമ്മുടെ കീബോർഡ്, മൗസ് അങ്ങനെയൊക്കെ അതിൽ നമ്മൾ ഡാറ്റാസ് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഡാറ്റ സ്ട്രീംസ് ആയിട്ട് എന്ത് ചെയ്യും, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്കാണ് സ്റ്റോർ ആവുക. അതെയാണ് നമ്മൾ ഇൻപുട്ട് സ്ട്രീംസ് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ നിന്ന് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഉള്ള ബൈറ്റ്സിന്റെ ഫ്ലോയാണ് നമ്മൾ ഔട്ട്പുട്ട് സ്ട്രീംസ് എന്ന് പറയുന്നത്. അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റാസ് എടുത്തിട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്ററിൽ നമുക്ക് ഡാറ്റാസ് ഷോ ചെയ്യുന്നതിന്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഔട്ട്പുട്ട് സ്ട്രീംസും ഇൻപുട്ട് സ്ട്രീംസും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കുറേ IO ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഉണ്ട്. അത് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഹെഡർ ഫയലായിട്ട് നമ്മൾ IO സ്ട്രീം, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് സ്ട്രീംസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് 4 സി ഔട്ട്, സി ഇന്ന്, സി എററിന്റെ സി ലോഗ് എന്ന് പറയുന്നത് 4 സ്റ്റാൻഡേർഡ് സ്ട്രീംസ് അവൈലബിൾ ആയിട്ടുള്ള. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, സി ഔട്ട് എന്ന് പറയുന്നത്. സി ഔട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഓ സ്ട്രീം ക്ലാസ്. IO സ്ട്രീമിന്റെ ഓ സ്ട്രീം ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് സി ഔട്ട് എന്ന് പറയുന്നത്. സി ഔട്ടിന്റെ കൂടെ നമ്മൾ സ്ട്രീം ഇൻസേർഷൻ ഓപ്പറേറ്റർ, അതായത് ആംഗുലർ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലൗസ് അസ് ടു സെൻഡ് ഡാറ്റ ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് സി ഔട്ടിൽ നമ്മൾ ഈ ആംഗിൾ ബ്രാക്കറ്റും യൂസ് ചെയ്ത് നമ്മൾ എന്താണോ കൊട്ടേഷൻ മാർക്കിൽ കൊടുക്കില്ലേ, ആ കൊടുക്കുന്നത് അതേപോലെ കൊട്ടേഷൻ മാർക്കിൽ അല്ലെങ്കിൽ കൊട്ടേഷൻ മാർക്കിൽ കൊടുക്കുന്നത് അതേപോലെ പ്രിന്റ് ചെയ്ത് വരും. അല്ലാതെ കൊടുക്കുന്നതിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്ത് വരില്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അലൗസ് അസ് ടു സെൻഡ് ഡാറ്റ ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. സി ഔട്ട് ആണ് എന്ത് ചെയ്യണത്, നമ്മളെ ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചു തരുന്നത്. ദെൻ അടുത്തതാണ് നമ്മുടെ സീൻ എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റ് ഓഫ് ഐ സ്ട്രീം ക്ലാസ് ആണ്. സീനിന്റെ കൂടെ നമ്മൾ സ്ട്രീം എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ആ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലൗസ് അസ് ടു എക്സ്ട്രാക്ട് ഡാറ്റ ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് അതിനെ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും സീൻ യൂസ് ചെയ്താൽ. എന്നിട്ടാണ് അത് മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവുന്നത്. ദെൻ അടുത്ത 2 സി എററും സി ലോഗും ആണ് പറയുന്നത്. സി എററും സി ലോഗും ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്ട്സ് ആണ്. സി എറർ ഇവിടെ കാണാം, സി ലോഗ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ സി എററിന്റെ കൂടെ നമ്മൾ സ്ട്രീം ഇൻസേർഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് സി എറർ നമ്മൾ യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു ഡിസ്പ്ലേ ദി എറർ മെസ്സേജ് ഇൻസ്റ്റന്റ്ലി. ഇൻസ്റ്റന്റ് ആയിട്ട് എറർ മെസ്സേജ് കാണണം എന്നുള്ളപ്പോഴാണ് നമ്മൾ അത് യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ബഫർ ടു സ്റ്റോർ ദി എറർ മെസ്സേജ് ആൻഡ് ഡിസ്പ്ലേ ലേറ്റർ. അതിനൊരു ബഫർ ഇല്ല എറർ മെസ്സേജ് സ്റ്റോർ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇൻസ്റ്റന്റ് ആയിട്ട് എറർ മെസ്സേജ് ഷോ ചെയ്യും. അതാണ് സി എററിന്റെ ഫംഗ്ഷൻ വരുന്നത്. സി ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ, സി എററിനെ പോലെയല്ല. എറർ ഈസ് ഫസ്റ്റ് ഇൻസേർട്ടഡ് ഇൻ ടു ബഫർ. ബഫറിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആൻഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദി ബഫർ അൺടിൽ ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ഫിൽഡ്. ഫുള്ളി ഫില്ല് ആവുന്നത് വരെ അതിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ട് അതിനെ എറർ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അതാണ് സി ലോഗിന്റെയും സി എററിന്റെയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ്, അതായത് ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ വേറെ പേരാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ആ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യുക, ഇറ്റ് enables the computer to decide which block of code to be executed based on some condition. ഏതെങ്കിലും ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു 2-3 ബ്ലോക്സ് ഉണ്ടെങ്കിൽ ഏത് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. അതാണ് ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യുക. ഔട്ട്കം ഓഫ് ദി എക്സ്പ്രഷൻ വിൽ ബി either ട്രൂ ഓർ ഫോൾസ്. അതായത് നമ്മുടെ ആ എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും ആ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ട്രൂ ആവുന്ന കേസിൽ ഏത് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോൾസ് ആവുന്ന കേസിൽ ഏത് സ്റ്റേറ്റ്മെന്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കിട്ടുക. C++ലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, സ്വിച്ച് കീ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഓൺലി വെൻ എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. നമുക്ക് ഇവിടെ കാണാം ഇഫ് എഴുതിയിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഇതിന്റെ ബോഡിയിലുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഇതിൽ ട്രൂ ആണെങ്കിൽ മാത്രം
അപ്പോൾ ഹിയർ കണ്ടീഷൻ, ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ബൂലിയൻ എക്സ്പ്രഷൻ ആവും എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊന്നൊന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് മാത്രമല്ലേ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ ട്രൂവും ഫാൾസും റിട്ടേൺ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ ബൂലിയൻ എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഒന്നില്ലെങ്കിൽ ട്രൂ ആവും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഇഫ് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് ദ ഇഫ് ബോഡി ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇതിന്റെ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് ഇത് ഫാൾസ് ആണെങ്കിൽ ഈ ബോഡി സ്കിപ്പ് ചെയ്തിട്ട് ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. അങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുക. ഇനി അടുത്തത് ഇഫ് എൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഫ് കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എക്സ് ചെയ്യും. എൽസ്, അതായത് ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്നുള്ള മീനിങ് എൽസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത് ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ കൂടി നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ പിന്നെയും വേറെ വേറെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന 3 പ്രോഗ്രാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് തന്നിട്ടുള്ളത്. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ എ കാൻഡിഡേറ്റ് ഈസ് എലിജിബിൾ ടു വോട്ട് ഓർ നോട്ട്. വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലയോ നോക്കണം. ഒരു പ്രോഗ്രാം എഴുതാനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്താ? നമുക്കൊരു ആൾക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ? മെയിൻലി അയാളുടെ ഏജ് 18 ഓവർ ആയിരിക്കണം, അല്ലെ? 18 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷൻ അത് തന്നെയാണ്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സി ഔട്ടിൽ പ്രിന്റ് ചെയ്യിപ്പിക്കുക ഹി ക്യാൻ വോട്ട് എന്ന് പറയുന്നത്. എൽസ് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ എൽസ് വെച്ച് നമുക്ക് ആ പ്രോഗ്രാം എഴുതാം. ഈ രണ്ടാമത്തെ കാര്യത്തിൽ വെദർ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ ചോദിക്കുന്നതാണ്. ഓഡ് ഓർ ഈവൻ ചോദിക്കുമ്പോൾ ഈവൻ നമ്പർ ആണോ ഓഡ് ആണോ എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണം നമുക്ക്. അപ്പോൾ ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ? അതായത് 2, 4, 6 നമുക്കറിയാം 2, 4, 6, 8 എന്നുള്ള നമ്പേഴ്സ് ആണ് ഈവൻ നമ്പേഴ്സ്. 1, 3, 5, 7 ഇത് നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്പറിനെ ഈവൻ ആണോ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 വരും. ഏത് ഈവൻ നമ്പർ ആയാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും റിമൈൻഡർ. റിമൈൻഡർ 0 ആണെങ്കിൽ എന്തായാലും അത് ഈവൻ നമ്പർ ആവും നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? റിമൈൻഡർ, ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണോ, അതാണ് നമ്മുടെ കണ്ടീഷൻ വരിക. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ശ്രദ്ധിക്കുക. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ നമ്പർ എ ആണെന്ന് ചോദിക്കാം. എ മോഡുലസ് ഓപ്പറേഷൻ, മുന്നേ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓപ്പറേഷൻ, അതായത് പെർസെന്റേജിന്റെ സിമ്പിൾ എ മോഡുലസ് 2. എനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ഡബിൾ ഈക്വൽ ടു ഇടുക, ഈക്വൽ ടു 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മുടെ കണ്ടീഷൻ വരുന്നത്. എ മോഡുലസ് 2 ഡബിൾ ഈക്വൽ ടു 0 ആണോ? ആണെങ്കിൽ അത് ഈവൻ നമ്പർ, എൽസ് അത് ഓഡ് നമ്പർ. അങ്ങനെയാണ് ആ പ്രോഗ്രാം എഴുതേണ്ടത്. നെക്സ്റ്റ് ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ കണ്ടീഷൻ കൊടുത്താൽ മതി. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആണ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ബി ആണ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്യാം. 3 ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. പ്രോഗ്രാം എഴുതി നോക്കുക. പിന്നെ അടുത്ത സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ സിംപ്ലിഫൈഡ് ഫോം ഓഫ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെസ്റ്റഡ് ഇഫ് നമ്മൾ പറഞ്ഞു, ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വേറെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നതാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതിന്റെ സിംപ്ലിഫൈഡ് ഫോം ആണ് സ്വിച്ച് കേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇവാലുവേറ്റ്സ് ആൻ എക്സ്പ്രഷൻ അഗെയിൻസ്റ്റ് മൾട്ടിപ്പിൾ കേസസ് ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ എ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. അതായത് ഇതില് മൾട്ടിപ്പിൾ കേസസ് ഉണ്ടായിരിക്കും. ഓരോരോ കേസ് കുറെ സ്റ്റെപ്പുകൾ ഉണ്ടാവും. ഓരോ കേസിലും കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഏത് കേസാണ് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതാണ് അതിന്റെ സിന്റാക്സ് വരുന്നത്. സ്വിച്ചിൽ നമ്മളൊരു എക്സ്പ്രഷൻ കൊടുക്കും. ആ എക്സ്പ്രഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഈ കേസിന്റെ വാല്യൂ 1 വാല്യൂ 2 എഴുതുന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം സ്വിച്ച് എക്സ്പ്രഷൻ എഴുതിയിട്ട് ഓപ്പൺ ബ്രാക്കറ്റിൽ കേസ് വാല്യൂ 1. ഇവിടെ നമുക്ക് 1, 2 അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലസ്, മൈനസ്, അഡീഷൻ അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സിൽ വേണം ഇടാൻ. അതുപോലെ കേസ് എ, ബി, സി അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോഴും സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്യാം. 1, 2 മെയിൻലി 1, 2 ഒക്കെ ആയിരിക്കും നമ്മൾ അധിക പ്രോഗ്രാമിൽ കാണും. അപ്പോൾ കേസ് 1, കേസ് 2 അങ്ങനെ പിന്നെ കേസ് 1 എഴുതി അതിൻ്റെ ഒരു കോളം ഇടണം. എന്നിട്ട് അതിന്റെ താഴെയാണ് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ഇടുക. സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക്. അതായത് ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള
ഉപകാരം എന്താ വെച്ചാൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ ഇവിടെ നിന്ന് ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഈ സ്വിച്ച് എന്നുള്ള ഈ ലൂപ്പ്, ഈ ബ്രേക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കേസ് എടുത്തു, ഫസ്റ്റ് കേസ് ആണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ലൂപ്പിന്റെ പുറത്തേക്ക് പോകുന്ന അടുത്ത ബാക്കിയുള്ള സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് താഴത്തിലേക്കൊന്നും പോയി നോക്കില്ല. ഇപ്പൊ ഇഫ് നമ്മൾ അടുത്ത കേസ് 2 ആണ് സെലക്ട് ചെയ്ത് വെച്ചാൽ കേസ് 2ലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ നേരെ സ്വിച്ചിന്റെ താഴേക്ക് പോകും. അപ്പൊ ബാക്കിയുള്ള കേസസ് ഒന്നും നമ്മൾ വെറുതെ നോക്കി ടൈം കളയില്ല. അതൊരു ബെനിഫിറ്റ് ആണ് സ്വിച്ചിന്റെ അറിയുന്നത്. ഇനി നമ്മൾ ഇപ്പൊ 1, 2 എന്നുള്ള കേസ് ഇതിലുള്ളൂ, നമ്മൾ ഒരു 3 എന്നുള്ള കേസ് അടിച്ചു കൊടുത്തു വെച്ചാലാണ് ഈ ഡിഫോൾട്ട് എന്നുള്ള കേസ് എക്സിക്യൂട്ട് ചെയ്യുക. ഡിഫോൾട്ട് ആയിട്ട് എന്താ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്വിച്ചിന്റെ പുറത്തേക്ക് പോരും. ഇതാണ് അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാമിലെ ഹാഷ് ഇൻക്ലൂഡ് ഡിക്ലറേഷനും ഇതൊക്കെ കഴിഞ്ഞിട്ട് സി ഔട്ടിൽ ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 അഡീഷൻ, എൻഡ് ലൈൻ അടുത്ത ലൈനിലേക്ക് പോവാം, സെക്കൻഡ് സബ്ട്രാക്ഷൻ, തേർഡ് മൾട്ടിപ്ലിക്കേഷൻ, ഇത് 3 അതേപോലെ പ്രിന്റ് ചെയ്ത് വരും. അടുത്ത ശേഷം എൻറ്റർ യുവർ ചോയ്സ് എന്ന് പറഞ്ഞു. ഏത് ചോയ്സ്, 1, 2 ആണോ 3 ആണോ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എൻറ്റർ യുവർ ചോയ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യും, അതിവിടെ റീഡ് ചെയ്തു. ചോയ്സ് സീനിൽ ചോയ്സ് റീഡ് ചെയ്തു. സ്വിച്ചിൽ എക്സ്പ്രഷൻ കൊടുത്തിട്ടില്ല, എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ ആ റീഡ് ചെയ്താൽ കൊടുക്കുക. അപ്പോൾ എൻ്റർ യുവർ ചോയ്സ് ആണ് നമുക്ക് എന്താ എൻ്റർ ചെയ്യാനുള്ളൂ, ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഏതെങ്കിലും നമ്മൾ എൻ്റർ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഇവിടെ 1 എൻ്റർ യുവർ ചോയ്സ് എന്ന് പറയുന്നത് 1 ആണ് എൻ്റർ ചെയ്യുക വെച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കുക, സ്വിച്ച് 1ലേക്ക് പോകാൻ പറ്റും. അപ്പൊ കേസ് 1ലേക്ക് പോകും. കേസ് 1 എന്താ പറയുന്നത്, സി ഔട്ടിൽ സം ഈസ് പ്രിന്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, നമ്പർ 1ഉം നമ്പർ 2ഉം കൂടി ആഡ് ചെയ്ത വാല്യൂ സം ഈസ് ഇപ്പൊ 3 എന്നോ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാം. ബ്രേക്ക് കഴിഞ്ഞ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും. ഇനി ഇൻ കേസ് നമ്മൾ ചോയ്സിൽ ഇപ്പൊ എൻ്റർ ചെയ്യുന്ന ചോയ്സ് 2ഓ 3ഓ കൊടുക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ കേസ് 2ലേക്ക് പോലും അത് എക്സിറ്റ് ആവും, കേസ് 3ലേക്ക് പോലും എക്സിറ്റ് ആവും. 4 കൊടുത്തു വിളിച്ചാലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫോൾട്ടിലേക്ക് പോവുക. അപ്പോൾ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുക, ഒരു പ്രാവശ്യം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കേസ് ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. ഡിഫോൾട്ട് നമ്മൾ എന്താ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്, ഇൻവാലിഡ് ചോയ്സ് ലൈൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി സ്വിച്ച് കേസിന്റെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്, നമ്മൾ ആ സ്വിച്ചിന്റെ ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ എഴുതിയില്ലേ, അത് എന്ത് വന്നാലും ഒരു ഇൻഡിജറോ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റോ ആവണം. ABC എന്നൊക്കെ പറഞ്ഞില്ലേ, പ്ലസ് മൈനസ്, അത് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതിൽ ക്യാരക്ടറോ ഇൻഡിജറോ എന്തായാലും ആവാൻ പറ്റുള്ളൂ ആ എക്സ്പ്രഷൻ അറിയുന്നത്. പിന്നെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷനിലാണ്, ക്യാൻ ബി പ്ലേസ്ഡ് എനിവർ, എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, അധികവും യൂഷ്വലി എൻഡിലാണ്, അതിന്റെ പ്രോഗ്രാമിന്റെ എൻഡിലാണ് നമ്മൾ ഡിഫോൾട്ട് വെക്കാറ്. കേസ് 1 കേസ് 2 എല്ലാ കേസസും കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഡിഫോൾട്ട് വെക്കാറ്. പിന്നെ കേസ് 1 കഴിഞ്ഞിട്ട് മസ്റ്റ് ബി ടെർമിനേറ്റ് വിത്ത് കോളൻ, നമ്മളിവിടെ കണ്ടു. ഇവിടെ കേസ് 1 കഴിഞ്ഞിട്ട് എന്താണ്ട് ഒരു കോളൻ കാണാൻ നമുക്ക്, അത് നിർബന്ധമാണെന്നാണ് പറയുന്നത്. ദെൻ വാല്യൂസ് ഓഫ് സ്വിച്ച് എക്സ്പ്രഷൻ ഈസ് കമ്പയർഡ് വിത്ത് കേസ് കോൺസ്റ്റന്റ് ഇൻ ഓർഡർ സ്പെസിഫൈഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് നമ്മളിവിടെ ചോയ്സിൽ ഒരു നമ്പർ എൻ്റർ ചെയ്തില്ലേ, അത് നമ്മളിവിടെ കേസിൽ ഏത് കേസിലാണ് അത് എഴുതിയിരിക്കണേന്ന് നോക്കും. അത് നോക്കുന്ന ഓർഡർ ടോപ്പ് ടു ബോട്ടം ആണെന്നാണ് പറഞ്ഞത്. പിന്നെ integer expression used in different case statements can be specified in any order. ശരിക്കും integer expression നമുക്ക് ഈ കേസ് ഏത് ഓർഡറിൽ വേണമെങ്കിലും വെക്കാൻ പറ്റും. അത് നമുക്ക് യൂസറിന്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. ദെൻ സ്വിച്ച് മേ ഒക്കെ വിത്തിൻ അനദർ, ഒരു സ്വിച്ചിന്റെ ഉള്ളിൽ ഒരു സ്വിച്ച് നമുക്ക് അടുത്ത് വേറൊരു സ്വിച്ച് എഴുതാൻ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം എഴുതാൻ പറ്റും. പക്ഷേ ഇറ്റ് ഈസ് റെയർലി ഡൺ, അധികം ഒന്നും ചെയ്യാറില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ നെസ്റ്റഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് സ്വിച്ച് കേസ് ആണ്. അപ്പോൾ റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റേഷൻ എന്താ, എന്തൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കണ്ടു, ഓൺലി 1 വേരിയബിൾ ക്യാൻ ബി ടെസ്റ്റഡ് വിത്ത് അവൈലബിൾ കേസ്. നമ്മൾ 1 to 10 വരെ എത്തുന്നുണ്ടെങ്കിലും അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു കേസ് മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരിക്കലും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കമ്പൈൻ ചെയ്യാനോ അതിൽ ലോജിക്കൽ ഓപ്പറേറ്റർ ആഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഇഫും ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിലും ഒക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ സ്വിച്ചിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അത് ലിമിറ്റേഷൻ ആണ്. പിന്നെ അതേപോലെ നമ്മൾ എക്സ്പ്രഷൻ എന്ത് വന്നാലും ഇൻഡിജറോ ക്യാരക്ടർ കോൺസ്റ്റന്റോ ആവണമെന്ന് പറഞ്ഞു. ഒരിക്കലും പോയിന്റ്, ഡബിൾ, ഫ്ലോട്ടിംഗ് പോയിന്റ് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല.